أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. 47ാമത്തെ ഹിക്മത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയണം, ലാ തതുറുകി ദിക്റ ലിഅദമി ഹുളൂരിക മഅല്ലാഹി ഫീഹി. ലാ തതുറുകി ദിക്റ, ദിക്റിനെ നീ ഉപേക്ഷിക്കരുത്. ലിഅദമി ഹുളൂരിക മഅല്ലാഹി ഫീഹി, അല്ലാഹുവോടുകൂടെ നിനക്ക് ഹൃദയ സാന്നിധ്യമില്ലാത്ത കാരണത്തിന് വേണ്ടി നീ ദിക്ർ എന്ത് ചെയ്യാൻ പാടില്ല, ഉപേക്ഷിക്കാൻ പാടില്ല. ദിക്ർ ചൊല്ലുന്ന സന്ദർഭത്തിൽ എന്തില്ല, ഹുളൂറുൽ ഖൽബ് കിട്ടുന്നില്ല, ഹൃദയ സാന്നിധ്യം കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നീ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ദിക്ർ ചൊല്ലുന്നത് ഉപേക്ഷിക്കാൻ പാടില്ല. എന്താണ് അതിന് കാരണം? ലിഅന്ന ഗഫ്ലതക അൻ വുജൂദി ദിക്രിഹി, ദിക്ർ ചൊല്ലുന്നതിനെ തൊട്ട് നീ അശ്രദ്ധനാവുക എന്നുള്ളത്, ദിക്ർ ചൊല്ലുന്നതിനെ തൊട്ട് നീ അശ്രദ്ധനാവുക എന്നുള്ളത് അത് അശദ്ദു, അത് ഏറ്റവും ഗൗരവമുള്ളതാണ്. മിൻ ഗഫ്ലതിക ഫീ വുജൂദി ദിക്രിഹി, ദിക്ർ ചൊല്ലുന്ന സന്ദർഭത്തിൽ നീ അശ്രദ്ധനാവുന്നതിനേക്കാൾ, ദിക്ർ ചൊല്ലുന്ന സന്ദർഭത്തിൽ നീ അശ്രദ്ധനാവുന്നതിനേക്കാൾ ഏറ്റവും ഗൗരവം എന്താണ്? ദിക്ർ ചൊല്ലുന്നതിനെ തൊട്ട് തന്നെ എന്തായാലാണ്. കാരണം ദിക്ർ ചൊല്ലുമ്പോ അശ്രദ്ധനായാൽ പോലും നാവ് ചെല്ലണില്ലേ, അവന്റെ ശരീരത്തിന്റെ ഒരു അവയവമായ നാവ് ദിക്ർ ചെല്ലുന്നുണ്ട്, അവൻ അശ്രദ്ധവാൻ തന്നെയാണ്. അതല്ലേ നല്ലത് ഏതിനേക്കാൾ? ഒന്നുകൊണ്ടും ദിക്ർ തീരെ ചെല്ലാതിരിക്കുക എന്നതിനേക്കാൾ അശ്രദ്ധവാനാണെങ്കിലും നാവ് കൊണ്ട് ചെല്ലുന്നതല്ലേ നല്ലത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി. എന്താണ് അതിൽ അങ്ങനെ പറയാൻ കാരണം? അശ്രദ്ധ ഉണ്ടെങ്കിൽ പോലും ദിക്ർ ചൊല്ലിക്കോ എന്ന് ബഹുമാനപ്പെട്ടവർ പറയാനുള്ള കാരണം എന്താ? ഫഅസാ അൻ യർഫഅക, അല്ലാഹു നിന്നെ ഉയർത്തിയേക്കാം. മിൻ ദിക്രി മഅ വുജൂദി ഗഫ്ല, അശ്രദ്ധനായി ദിക്ർ ചൊല്ലലോടുകൂടെ, അശ്രദ്ധവാനായിട്ടാണ് നീ എന്ത് ചെയ്യണത്, ദിക്ർ ചൊല്ലുന്നത്. ആ അശ്രദ്ധയോടുകൂടെയുള്ള ദിക്ർ ഉണ്ടല്ലോ, ആ ദിക്റിൽ നിന്നും അല്ലാഹു തആല നിന്നെ ഉയർത്തിയേക്കാം. എങ്ങട്ട്? ഇലാ ദിക്രി മഅ വുജൂദി യഖള, ജാഗ്രതയോടുകൂടെ ദിക്ർ ചെല്ലുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു തആല നിന്നെ എന്ത് ചെയ്യാം, ഉയർത്തിയേക്കാം. സത്യത്തിൽ ആദ്യം ശരിക്ക് ഒരു ദിക്റിന്റെ നിബന്ധന എന്ന് പറയുന്നത് ഹുളൂറുൽ ഖൽബ് വേണമെന്ന, ഹൃദയ സാന്നിധ്യം വേണമെന്നാണ്. പക്ഷേ നീ ഹൃദയ സാന്നിധ്യമില്ലാതെ ചെല്ലിയാലും അല്ലാഹു തആല നിന്നെ എങ്ങോട്ട് ഉയർത്തിയേക്കാം. ജാഗ്രതയോടുകൂടെ ദിക്ർ ചെല്ലുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു തആല നിന്നെന്ത് ചെയ്യും? എന്താ ഈ യഖ്ലത്ത് എന്ന് പറഞ്ഞാല്? ഹൃദയം ഉണരുന്നതിനേക്കാണ് യഖ്ലത്ത് എന്ന് പറയാം. ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയം ഉറങ്ങുകയാണ്. ഗഫ്ലത്ത് എന്ന് പറയുമ്പോൾ ഹൃദയം ഉറങ്ങുന്നൊരവസ്ഥയാണ്. യഖ്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയം ഉണരുന്നൊരവസ്ഥ. അപ്പൊ ഹൃദയം ഉറങ്ങുന്ന അവസ്ഥയിലാണ് നീ ദിക്ർ ചൊല്ലിയത്. ആ ചെല്ലൽ നീ ഒഴിവാക്കേണ്ട കാരണം എന്താ? അത് തോനെ ചെല്ലുമ്പോ എന്ത് ചെയ്യും? ഹൃദയം കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് ഉണരും. അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ് ഫഅസാ അൻ യർഫഅക, അല്ലാഹു നിന്നെ ഉയർത്തിയേക്കാം. മിൻ ദിക്രി മഅ വുജൂദി ഗഫ്ല, അശ്രദ്ധയോടുകൂടെ ദിക്ർ ചൊല്ലുന്നൊരവസ്ഥയിൽ നിന്ന് അല്ലാഹു നിന്നെ ഉയർത്തിയേക്കാം. ഇലാ ദിക്രി മഅ വുജൂദി യഖള, ജാഗ്രതയോടുകൂടെ ദിക്ർ ചൊല്ലുന്നൊരവസ്ഥയിലേക്ക് അല്ലാഹു നിന്നെ ഉയർത്തിയേക്കാം. കഴിഞ്ഞില്ല. വമിൻ ദിക്രി മഅ വുജൂദി യഖള, ജാഗ്രതയോടുകൂടെ ദിക്ർ ചൊല്ലുന്നൊരവസ്ഥയിൽ നിന്ന് അല്ലാഹു നിന്നെ ഉയർത്തിയേക്കാം. എങ്ങട്ട്? ഇലാ ദിക്രി മഅ വുജൂദി ഹുളൂർ, ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ദിക്ർ ചൊല്ലുന്നൊരവസ്ഥയിലേക്ക് അല്ലാഹു നിന്നെ ഉയർത്തിയേക്കാം. ആദ്യം ചൊല്ലുന്ന സന്ദർഭത്തിൽ എങ്ങനെയായിരുന്നു? ഹൃദയ സാന്നിധ്യം ഇല്ലാത്ത ദിക്റായിരുന്നു. അവിടുന്ന് അല്ലാഹു തആല രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ഉയർത്തി. എന്താണ്? ഹൃദയം ഉണരുന്നൊരവസ്ഥയിൽ. ആ ഹൃദയം ഉണരുന്നൊരവസ്ഥയിൽ നിന്ന് ദിക്ർ ചൊല്ലിയാൽ ഇലാ ദിക്രി മഅ വുജൂദി ഹുളൂർ, ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ദിക്ർ ചൊല്ലുന്നൊരവസ്ഥയിലേക്ക് അല്ലാഹു നിന്നെ ഉയർത്തിയേക്കാം.
എന്താ ഹൃദയ സാന്നിധ്യത്തോടുകൂടെയുള്ള ദിക്ർ എന്ന് പറഞ്ഞാല്? യഖ്ലത്തിന്റെ ഹൃദയം ഉണരുക മാത്രല്ല, ഈ ലോകത്തുള്ള എല്ലാ അഫ്ആലുകളും ഹറക്കാത്ത് സക്കനാത്തുകൾക്കും പിന്നിൽ അള്ളാഹുവാണ് എന്ന് ഹൃദയ ബോധ്യമുണ്ടാകുന്നൊരവസ്ഥ, അള്ളാഹുവിനോട് കൂടുതൽ ഖുർബാകുന്നൊരവസ്ഥ. അതാണ് ഹൃദയ സാന്നിധ്യത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. അപ്പോ ജാഗ്രതയോടുകൂടെ ദിക്ർ ചെല്ലുന്നൊരവസ്ഥയിൽ നിന്ന് ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ദിക്ർ ചെല്ലുന്നൊരവസ്ഥയിലേക്ക് അള്ളാഹു നിന്നെ ഉയർത്തിയേക്കാം. കഴിഞ്ഞില്ല. വമിൻ ദിക്രിൻ മഅ വുജൂദി ഹുളൂർ, ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ദിക്ർ ചെല്ലുന്നൊരവസ്ഥയിൽ നിന്ന് അള്ളാഹു നിന്നെ ഉയർത്തിയേക്കാം. എങ്ങോട്ട്? ഇലാ ദിക്രിൻ മഅ ഗൈബത്തിൻ അമ്മാ സിവൽ മദ്കൂർ, അള്ളാഹു ഒഴികെയുള്ള സകല വസ്തുക്കളെ തൊട്ടും വിസ്മൃതിയിലായി പോകുന്നൊരവസ്ഥയിലേക്ക് അള്ളാഹു നിന്നെ ഉയർത്തിയേക്കാം. നീ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ദിക്റിലാണ്. ആ ഹൃദയ സാന്നിധ്യത്തോടുകൂടെയുള്ള ദിക്റിൽ നിന്ന് അല്ലാത്ത സകല വസ്തുക്കളെ തൊട്ടും വിസ്മൃതിയിലായി പോകുന്നൊരവസ്ഥയിലേക്ക് അള്ളാഹു നിന്നെ ഉയർത്തിയേക്കാം. എന്താ വിസ്മൃതിയിലായി പോകുക എന്ന് പറഞ്ഞാല്? അല്ലാത്ത ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുക. അവിടെ പിന്നെ ദിക്റുമില്ല ദാക്കിറുമില്ല. ആര് മാത്രമേ ഉള്ളൂ? മദ്കൂറ് മാത്രം. ദിക്റും അവിടെയില്ല, ദിക്റും അവിടെ കാണാൻ കഴിയൂല, ദിക്ർ ചെല്ലും നാളെയും കാണാൻ കഴിയൂല. ആരെ മാത്രമേ കാണുള്ളൂ? അള്ളാഹുവിനെ മാത്രമേ കാണുള്ളൂ. ബഹുമാനപ്പെട്ട മൻസൂർ ഹല്ലാജ് തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിനെ കാണുന്നൊരവസ്ഥ എന്ന് പറയുമ്പോ ഒരു അബ്ദ് തന്നെ മറന്നു പോകുന്നൊരവസ്ഥയിലേ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ? താൻ ഉണ്ടായിരിക്കെ അള്ളാഹു തആല ഉണ്ടാവില്ല. താൻ ഉണ്ടായിരിക്കെ മുംകിനുള്ളോടത്ത് വാജിബുൽ വുജൂദ് ഉണ്ടാവില്ല. മുംകിനുള്ളോടത്ത് ആരുണ്ടാവില്ല? വാജിബുൽ വുജൂദ് ഉണ്ടാവില്ല. അപ്പൊ താൻ ഉണ്ടായിരിക്കെ അള്ളാഹു തആലനെ കാണാൻ കഴിയില്ല. താൻ പോലും സ്വത്തം പോലും നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് എന്ത് ചെയ്യണം? ഉദാഹരണം പറഞ്ഞാൽ ലാ മൗജൂദ ഇല്ലല്ലാഹ് മഖാമിലേക്ക്, അള്ളാഹു അല്ലാത്തതൊന്നുമില്ല, ഞാനേ ഇല്ലാത്തതാണ്, ഞാൻ തന്നെ ഇല്ല, അള്ളാഹു അല്ലാത്തതൊന്നുമില്ല എന്ന ഏറ്റവും ഉന്നതമായ ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അവനക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? അള്ളാഹനെ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നത്, ഹൃദയ സാന്നിധ്യത്തോടുകൂടെ നീ ദിക്ർ ചെല്ലുന്നൊരവസ്ഥയിൽ നിന്ന് അള്ളാഹു തആല നിന്നെ എങ്ങോട്ട് ഉയർത്തും? അള്ളാഹു ഒഴികെയുള്ള സകല വസ്തുക്കളെ തൊട്ടും നീ വിസ്മൃതയിലായി പോകുന്നൊരവസ്ഥയിലേക്ക് അള്ളാഹു നിന്നെ ഉയർത്തിയേക്കാം. എന്നിട്ട് അവസാനം ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ ഒരു ആയത്ത് പറയുന്നുണ്ട്, വമാ ദാലിക അലല്ലാഹി ബിഅസീസ്, ഇതൊന്നും അള്ളാന്റെ മേലിൽ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. അള്ളാഹു തആലാന്റെ മേലിൽ ഇത് വലിയ പ്രശ്നമുള്ള കാര്യ? ഇപ്പൊ ഇന്നലെ നമ്മൾ പ്രസംഗിച്ചില്ലേ, ഒരു വീട്ടിൽ താമസിച്ച ആൾക്കാരാണ് ആര്? ഒരു വീട്ടിൽ താമസിച്ച ആളാണ് ആര്? അബൂജഹലും ഇക്രിമയും റളിയല്ലാഹു അൻഹു. ഒരാള് അബൂജഹൽ ഏറ്റവും വലിയ ഫ്രോഡാക്കി അള്ളാഹു തആല. ഇക്രിമ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിൽ ഏറ്റവും ഉന്നതനായി. ആര്? ഇക്രിമ റളിയല്ലാഹു. മനസ്സിലാണ്ടോ? ഇക്രിമ റളിയല്ലാഹു അൻഹു ആ ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു തആല കൊണ്ടുപോയി. അത് വലിയൊരു തൗഫീഖാണ്. ആ തൗഫീഖിന് വേണ്ടി നമ്മൾ ദ്വാരക്കാ വേണ്ടത്. ഇതൊന്നും അള്ളാഹു തആലക്ക് പ്രശ്നമൊന്നുമില്ല. അബൂജഹലിനെ മോശക്കാരനാക്കി അള്ളാഹു തആല മകനെ ഉന്നതനാക്കിയില്ലേ? വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. ഇനി ഒന്നുമില്ലാത്ത ദിക്റിനെ തൊട്ട് പോലും അശ്രദ്ധനായ ഒരു വ്യക്തി, ദിക്റിനെ അല്ലാത്ത ഒരാൾ അള്ളാഹു തആല വേണമെങ്കിൽ എങ്ങോട്ട് ഉയർത്തും? ലാ മൗജൂദ ഇല്ലല്ലാഹ് മഖാമിലേക്ക് ഉയർത്തും. അള്ളാഹു തആലക്ക് അത് പ്രശ്നമൊന്നുമില്ല. ഉണ്ടോ? അള്ളാഹു തആലക്ക് അത് പ്രശ്നമുണ്ടോ? യുത്തിമയഷ, അള്ളാഹു തആല ഉദ്ദേശിക്കുന്ന ആളുകൾ അള്ളാഹു തആല ഉയർത്തും. അല്ലേ? ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫ. അള്ളാഹു തആല ഉദ്ദേശിച്ചാൽ കുൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. അതിപ്പോ ഓനെ ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും ശരി, അള്ളാഹു തആലക്ക് അത് നിസ്സാരമായ കേസുള്ളൂ. പിന്നെ മുഅ്മിനായ മനുഷ്യന് ദുനിയാവിൽ അള്ളാഹു തആല നൽകുന്ന ഏറ്റവും വലിയ പദവിയാണ് എന്തെന്നറിയോ? ലിസാനുൻ ദാക്കിർ, ദിക്ർ ചെല്ലുന്ന ഒരു നാവ്. അത് അള്ളാഹു തആല ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ നിഅമത്താണ്. ദിക്ർ ചെല്ലുന്ന ഒരു നാവിന്റെ ഉടമയാക്കി അള്ളാഹു തആല മനുഷ്യനെ മാറ്റുന്നു. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖൈറുൽ അഅമാലി, അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം ദിക്റുല്ലാഹ്, അള്ളാഹു തആലക്ക് ദിക്ർ ചെല്ലലാണ്. അള്ളാഹുവിന്റെ സ്മരണയാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമൽ. അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു അമലും എന്തില്ല? അള്ളാഹു തആല സംവിധാനിച്ചിട്ടില്ല. ഈ ദിക്ർ തന്നെ 3 വിധത്തിലുണ്ട്. ദിക്റും ബിൽ ലിസാൻ ഉണ്ട്, ദിക്റും ബിൽ ഖൽബ് ഉണ്ട്,
ദിക്റും ബിർ റൂഹ് ഉണ്ട്. ദിക്റും ബിൽ ലിസാൻ എന്ന് പറയുമ്പോ എന്താ? നാവ് കൊണ്ട് മാത്രം, ഹൃദയത്തിന് യാതൊരു പങ്കുമില്ല. ദിക്റും ബിൽ ഖൽബ് എന്ന് പറഞ്ഞാലോ നാവുണ്ട് ഹൃദയമുണ്ട്. ദിക്റും ബിർ റൂഹ് എന്ന് പറഞ്ഞാലോ അത് ആത്മാവുമായി ബന്ധപ്പെട്ടതാ, ഒന്നും കൂടി ദറജ മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നം കാണല് ഖൽബ് കൊണ്ടുണ്ട്, റൂഹ് കൊണ്ടുണ്ട്. അള്ളാന്റെ റസൂലിനെ സ്വപ്നം കാണല് ഖൽബ് കൊണ്ടും കാണലുണ്ട്, റൂഹ് കൊണ്ടും കാണലുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു ആ കാലത്തെ ഗൗസായിരുന്നു ആര്? ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഇബ്രീസ് എന്ന് പറയുന്ന കിതാബ് നമ്മൾ എടുത്തിട്ടുണ്ട്. മനസ്സിലാണ്ടോ? അങ്ങനത്തെ ആരിഫീങ്ങളാകുന്ന ആൾക്കാർ പറയുന്നു റസൂലുള്ളാനെ ഇനി യഖളത്തൻ കാണാണ്, ഉണർവിൽ കാണാണ്. അതന്നെ എങ്ങനെയുണ്ട്? റസൂലുള്ളാനെ പ്രതിബിംബമായി കാണലുണ്ട്, ഖൽബ് കൊണ്ട് കാണലുണ്ട്, റൂഹ് കൊണ്ടും കാണലുണ്ട്. അപ്പൊ ഈ ഖൽബ് കൊണ്ടും റൂഹും കൊണ്ടും കാണുമ്പോ എന്താ മാറ്റമുണ്ട്? അതിന്റെ ക്ലാരിറ്റിയിൽ എന്തുണ്ടാവും? മാറ്റം ഉണ്ടാവും. അതിന്റെ കമാലിയത്തിൽ മാറ്റം ഉണ്ടാവും. മനസ്സിലാണ്ടോ? റസൂലുള്ളാഹിക്ക് എന്നും കമാലിയത്താണ്, നമ്മളെ കമാലിയത്തിന്റെ കുറവാണ്. റസൂലുള്ളാഹിക്ക് കമാലിയത്തല്ലാത്തൊരവസ്ഥ ഉണ്ടോ? ഇല്ല. നമ്മുടെ കമാലിയത്തിന്റെ കുറവാണ്. നമ്മുടെ കമാലിയത്തിന്റെ കുറവ് അതിനനുസരിച്ചിട്ട് നമ്മൾ കാണുള്ളൂ. മനസ്സിലാണ്ടോ? ഹറാമായ രൂപത്തിൽ ജീവിക്കുന്ന ആളും റസൂലുള്ളാഹിനെ കണ്ടേക്കാം, പക്ഷെ അതിന്റെ ക്ലാരിറ്റി കുറവുണ്ടാവും. മനസ്സിലാണ്ടോ? പക്ഷെ കണ്ടാ രക്ഷപ്പെട്ടു. അത് അല്ലാഹു തആല നൽകുന്നൊരു തൗഫീഖാണ്. അപ്പോ ദിക്ർ 3 തലക്കുണ്ട്. നാവ് കൊണ്ട് ദിക്റുണ്ട്, ഖൽബ് കൊണ്ട് ദിക്റുണ്ട്, റൂഹ് കൊണ്ടും ദിക്റുണ്ട്. ഇനി ശ്രദ്ധിക്കാം. ശരിക്കും യഥാർത്ഥത്തിൽ ദിക്ർ എന്ന് പറഞ്ഞാല് ഹഖീഖത്തു ദിക്രി, ദിക്റിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നിസിയാനു മാ സിവല്ലാഹ്, അല്ലാഹു അല്ലാത്ത സകല വസ്തുക്കളെയും മറക്കുന്ന ഒരവസ്ഥ. അല്ലാഹു അല്ലാത്ത സകല വസ്തുക്കളെയും ഹഖീഖത്തു ദിക്രി നിസിയാനു മാ സിവല്ലാഹ്, അല്ലാഹു അല്ലാത്ത സകല വസ്തുക്കളെയും മറക്കുന്ന ഒരവസ്ഥ. മാത്രമല്ല ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉദ്കുറുല്ലാഹ്, നീ അല്ലാഹു തആലാക്ക് ദിക്ർ ചൊല്ലണം. ഹത്താ യഖൂലു, ജനങ്ങൾ പറയും ഇയാളൊരു ഭ്രാന്തനാണ്. എന്താണ് ഇപ്പൊ ആള് പെറുപെറുനെ ചൊല്ലിക്കൊണ്ടാണ്, ആരോടും ആളെ സംസാരിക്കൂല, എപ്പോഴും ആള് ദിക്ർ, ആൾക്ക് എന്തോ തകരാറുണ്ട് എന്ന് ജനങ്ങൾ നിന്നെ നോക്കി ഭ്രാന്തൻ എന്ന് പറയുന്നത് വരെ നീ ദിക്ർ ചൊല്ലിക്കോ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. കാരണം എന്താണെന്ന് അറിയോ? അല്ലാഹു തആല ചില പോയിന്റ് അല്ലാഹു തആല പറയും. ഇപ്പൊ അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, ഫദ്കുറുനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കും. അത് അല്ലാഹു തആല പറഞ്ഞ വല്ലാത്തൊരു വാക്കാണ്. നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോ, ആ സന്ദർഭത്തിൽ ഞാൻ എന്ത് ചെയ്യും? അല്ലെ, വേറൊരു ഹദീസിൽ കാണാലോ, നിങ്ങൾ എന്നെ ഓർക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് സ്ഥലത്താണോ ഓർക്കുന്നത് അതിനേക്കാൾ നല്ല സ്ഥലത്ത് വെച്ച് നിങ്ങളെ ഞാൻ ഓർക്കും, അതിനേക്കാൾ വലിയ സംഘത്തിൽ വെച്ച് നിങ്ങളെ ഞാൻ ഓർക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഖുദ്സിയായ ഹദീസാണ്. നിങ്ങൾ ദിക്ർ ചെല്ലുന്ന ഒരു മഖാമുണ്ടല്ലോ, അതിനേക്കാൾ വലിയ മഖാമിൽ നിങ്ങളെ കുറിച്ച് ഞാൻ പറയും. നിങ്ങളൊരു സംഘത്തിലായി ചെല്ലുമ്പോൾ അതിനേക്കാൾ വലിയ സംഘത്തിൽ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളെ കുറിച്ച് പറയും. ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ദിക്ർ ചൊല്ലിയാൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ സ്മരിച്ചാൽ, അദ്കുറുക്കും, ഞാൻ നിങ്ങളെ സ്മരിക്കും. വേറെ ആയത്തില്ല, വലദിക്റുല്ലാഹി അക്ബർ. അല്ലെ, അല്ലാഹു തആലാക്ക് ദിക്ർ ചൊല്ലാനാണ് അക്ബറു, ഏറ്റവും വലിയ കാര്യം. അത് അല്ലാഹു തആല ഖുർആൻ പറഞ്ഞതല്ലേ, വലദിക്റുല്ലാഹി അക്ബർ, അല്ലാഹു തആലാക്ക് ദിക്ർ ചൊല്ലലാണ് അക്ബറു. ഇതിനൊക്കെ എന്തുണ്ടെന്ന് പറയും നമ്മള്, ഈ വലദിക്റുല്ലാഹി അക്ബർ, അല്ലാഹു തആലാക്ക് ദിക്ർ ചൊല്ലാനാണ് ഏറ്റവും വലുത് എന്ന് പറയുമ്പോ ഈ ഒരവസ്ഥയിൽ നിന്ന് അല്ലാഹു തആല നമ്മൾ വേറൊരവസ്ഥയിലേക്ക് മാറ്റും. എന്താണ്? വലദിക്റുല്ലാഹി, അല്ലാഹു സ്മരിക്കലാണ് നമ്മളെ കുറിച്ച് അക്ബറു, ഏറ്റവും വലുത്. അല്ലാഹു നമ്മളെ മാത്രമായിട്ട് സ്മരിക്കുക, നമ്മളെ മാത്രമായിട്ട് അല്ലാഹു തആല ഓർക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് ആരിഫീങ്ങളാകുന്ന ആളുകൾ ആ ആയത്തിന് എന്ത് ചെയ്തിരിക്കണത്? വ്യാഖ്യാനം പറയണത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ദിക്ർ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ നാവിൽ നിന്ന് ഒരിക്കലും മുറിയാൻ പറ്റാത്തൊരു അമലാണ്. അപ്പോ ചിലപ്പോൾ നിങ്ങൾ ദിക്ർ ചെല്ലുന്ന സമയത്ത് എനിക്കിപ്പം ഞാൻ ദിക്ർ ചൊല്ലി കഴിഞ്ഞാൽ ഹൃദയ സാന്നിധ്യം ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതി ദിക്ർ ഒഴിവാക്കരുത്. കാരണം ആ ഒരവസ്ഥയിൽ നിന്ന് അല്ലാഹു തആല എന്ത് ചെയ്യും? ദിക്ർ ചൊല്ലുമ്പോ അള്ളാഹിനെ ഓർക്കാത്തൊരവസ്ഥ അല്ലേ, ആ ഒരവസ്ഥയിൽ നിന്ന് നിങ്ങളെ കൽബ് ഉണരുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു തആല നിങ്ങളെ ഉണർത്തും. കൽബ് ഉണരുന്ന ഒരവസ്ഥയിൽ നിന്നും ഹൃദയ സാന്നിധ്യമുള്ള ഒരവസ്ഥ ഉണ്ട്, അള്ളാഹുവിനോട് അടുക്കുന്ന ഒരവസ്ഥ, അവിടേക്ക് അല്ലാഹു തആല ഉയർത്തും. ആ ഹൃദയ സാന്നിധ്യമുള്ള അവസ്ഥയിൽ നിന്നും അള്ളാഹു ഒഴികെയുള്ള സകല വസ്തുക്കളെ തൊട്ടും
വിസ്മൃതിയിലായി പോകുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു തആല നിന്നെ എന്ത് ചെയ്തേക്കാം, ഉയർത്തിയേക്കാം. മനസ്സിലാവുണ്ടോ? മഹാന്മാര് പറയുന്നുണ്ട്, ഉഖൂബത്തുൽ ആരിഫി, ഒരു ആരിഫിനിക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഇൻഖിതാഉഹു അനി ദിക്ർ, അല്ലാഹു തആലാക്കുള്ള ദിക്റില്ലേ അതിനെ തൊട്ട് മുറിഞ്ഞാൽ ഓൻക്കുള്ള ശിക്ഷയാണ്. ഒരു ആരിഫിന്റെ ഹൃദയവും നാവും ഒരിക്കലും കൽബിനെ തൊട്ട് മുറിയാൻ പാടില്ല. അപ്പോ ഈ ആരിഫിനിക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്താണ്? ഇൻഖിതാഉഹു അനി ദിക്ർ, അല്ലാഹു തആലാക്ക് ദിക്ർ ചെല്ലലിനെ തൊട്ട് എന്ത് ചെയ്യലാണ്? മുറിയലാണ്. കാരണം എല്ലാം പല കാര്യങ്ങളും അല്ലാഹു തആല, ഇപ്പൊ നിസ്കാരത്തിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദിവസം 5 വക്ത് നിസ്കരിച്ചോളി. റവാത്തിബ് ഇത്രയാണ്. റവാത്തിബിന്റെ അതത് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിക്കണ്. നിസ്കാരത്തിന്റെ അതത് എണ്ണം പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിക്കണ്. ഓരോ കാര്യങ്ങൾക്കും അല്ലാഹു തആല അതത് വെച്ചിട്ടുണ്ട്. നീ ഇത്ര ചൊല്ലിക്കോ, നീ ഇത്ര പ്രാവശ്യം ചെയ്തോ, നീ ഇന്നത് നടത്തിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദിക്റിനെ കുറിച്ച് എന്താ അല്ലാഹു തആല പറഞ്ഞു? യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറാ, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹു തആലാക്ക് ദിക്ർ ചൊല്ലിക്കോ, ദിക്റൻ കസീറാ, ധാരാളം ദിക്ർ ചൊല്ലിക്കോ. അല്ലേ? ഖുർആൻ പറഞ്ഞില്ലേ, കടന്നിട്ടും ഇരുന്നിട്ടും പ്രഭാതത്തിലും പ്രദോഷത്തിലും എങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തോളിയും അല്ലാഹു തആലാക്ക് ദിക്റിന്റെ ഒരു എണ്ണം അല്ലാഹു തആല പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറാ, ധാരാളം ചൊല്ലിക്കോ എന്നാ പറഞ്ഞത്. അതിനിക്ക് എന്തില്ല, ഒരതത് എണ്ണം അല്ലാഹു തആല എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. എത്രയാണോ ചെല്ലാൻ പറ്റുക അത്രയും ദിക്റില്ല. കാരണം ദിക്റാണ് ഒരു മനുഷ്യന്റെ ആത്മാവിനെ ഉണർത്താൻ ഉപയോഗിക്കുന്ന മരുന്ന്. അപ്പൊ അതൊരു വിശ്വാസിയുടെ കൂടെ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു സാധനമാണ് എന്ത്? ദിക്ർ. ദാക്കിരീങ്ങളാകുന്ന ആളുകൾക്ക് അല്ലാഹു തആല പ്രത്യേക സ്ഥാനം തന്നെ ആഖിറത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പോ നമ്മൾ എന്ത് ചെയ്യാ? സ്റ്റെപ്പായി. ആദ്യം ചിലപ്പോൾ എന്തുണ്ടാവൂല, അള്ളാഹ്ന് ഓർമ്മ ഉണ്ടാവൂല. പിന്നെ ഒരു റാഹത്തൊക്കെ തോന്നും. അങ്ങനെ പടിപടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ദിക്ർ ചൊല്ലി ലാ മഅബൂദ ഇല്ലല്ലാഹിൽ നിന്നും ലാ മഖ്സൂദ ഇല്ലല്ലാഹിലേക്കും, ലാ മഖ്സൂദ ഇല്ലല്ലാഹിൽ നിന്നും ലാ മഷ്ഹൂദ ഇല്ലല്ലാഹിലേക്കും, ലാ മഷ്ഹൂദ ഇല്ലല്ലാഹിൽ നിന്നും ലാ മൗജൂദ ഇല്ലല്ലാഹിലേക്കും എത്തുന്ന ഏറ്റവും സുന്ദരമായ ഒരവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.